ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് സോഷ്യൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ CBSE 10th ഗ്രേഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നാളെ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഉണ്ട്. സോ അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള വ്ലോഗായിരിക്കും ഇത്. ഇതൊരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വ്ളോഗായിട്ട് മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത് ജോഗ്രഫി ആയിരുന്നു. കാരണം ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായി തോന്നിയിട്ടുള്ളത് ജോഗ്രഫിയാണ്. എനിക്ക് സോഷ്യൽ സയൻസ് അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നോക്കി സബ്ജക്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സയൻസ് ആണ്. ആൻഡ് ദാൻ ലൈക്ക് ലാംഗ്വേജ് ആൻഡ് എവറിത്തിങ്. സോ ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ പഠിച്ചത് ജോഗ്രഫി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സ് ആൻഡ് അവസാനം ഏറ്റവും ഈസി ആയിട്ടുള്ള എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം. ഫസ്റ്റ് 2 days പോയിട്ടുണ്ടായിരുന്നു. ഞാൻ NCERTയും പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സും ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള നോട്ട്സും എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഓവറോൾ ഒന്നും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 days, ഫസ്റ്റ് 2 days നമുക്ക് 4 days ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആദ്യത്തെ 2 ദിവസം ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും, ഇന്നായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. ദാറ്റ് മീൻസ് ഓഫ് ദ ഡേ ബിഫോർ എക്സാം. സോ ആദ്യത്തെ ദിവസം ലൈക്ക് 3rd day ഞാൻ ചെയ്തത് ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കി പോവാണ് ചെയ്തത്. ഒന്നും കംപ്ലീറ്റ്ലി ഇരുന്ന 3 hours ടൈം വെച്ച് ചെയ്തില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ടൈമിന് അങ്ങനെ സോഷ്യൽ സയൻസിന് ഇതുവരെ എക്സാംസിനൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ടെസ്റ്റ് കൂടെ വരാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ എങ്കിലും ഐ തോട്ട് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഹാവ് ടൈം ദാറ്റ് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഒരു പേപ്പറെങ്കിലും. പക്ഷേ ഞാൻ ചെയ്തില്ലായിരുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ ലൈക്ക് സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി. ഇപ്പോൾ ടൈം ഏകദേശം 9 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ വൈകിട്ട് 9 o'clock കിട്ടും. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു 12 o'clock വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കാലത്ത് എനിക്ക് അത്ര നേരം പഠിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ജോഗ്രഫി 6th chapter മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഞാൻ അധികം വായിച്ചിട്ടുണ്ടായിരുന്നില്ല ടെക്സ്റ്റ്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ വായിക്കലായിരുന്നു അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആയിരുന്നു എനിക്ക് കമ്പാരിറ്റീവ്ലി ജോഗ്രഫിയിൽ ലൈക്ക് വായിക്കാതെ അധികം തരമല്ലാത്തൊരു ചാപ്റ്റർ. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് റിയലി ഗോയിങ് ത്രൂ എവറി പോയിന്റ് ആൻഡ് എവറി തിങ്സ്. സോ ഞാൻ അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വേഗം പോവായിരുന്നു. അധികം ടൈം എടുത്തില്ലായിരുന്നു. ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും മിനറൽ ആൻഡ് റിസോഴ്സസിനും ഞാൻ കൂടുതലും ടെക്സ്റ്റാണ് മെയിൻലി ഫോക്കസ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് ആ ചാപ്റ്റേഴ്സ് ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റാറ്. സോ അതിൻ്റെ ഒപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് അത്ര ഇമ്പോർട്ടൻറ്റും എന്നാൽ ഞാൻ അത്ര തരമല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഞാൻ എഴുതിയ നോട്ട്സിലൊന്നും ഈ ക്വസ്റ്റ്യൻ ഇല്ലയെന്ന് അറിയുന്നത് മാത്രമാണ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ടോപ്പറോ ഒന്നുമല്ല. ഐ എം എൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ലൈക്ക് സോ ഞാനെങ്ങനെ പഠിക്കുന്നു എന്നുള്ള ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ കോമൺലി മലയാളത്തിലല്ല വീഡിയോസ് ചെയ്യാറുള്ളത്. ഞാൻ മാക്സിമം ഇംഗ്ലീഷിലായിരുന്നു ചെയ്യുന്നത്. ബിക്കോസ് ടു റീച്ച് എ ഹ്യൂജ് ഓഡിയൻസ് ലൈക്ക് but I thought many of you are Malayalis and you don't you want vlogs in Malayalam. അപ്പോൾ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ എന്ന് എനിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ നിർത്തിയിട്ട് മലയാളത്തിൽ ചെയ്തു തുടങ്ങിയത്. സോ ലൈക്ക് 1 or 2 വീഡിയോസ് ഞാൻ എന്തായാലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയി ഇടാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. ആൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സിലേക്ക് കടന്നു. അതായത് പൊളിറ്റിക്സ് ടെക്സ്റ്റ് വായിക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം നോട്ട്സും എനിക്ക് കുറച്ച് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ നോട്ട്സ് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് ടീച്ചേഴ്സ് തന്ന നോട്ട്സ് ഞാൻ എൻ്റേതായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് എപ്പോഴും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറ്. പിന്നെ ടെക്സ്റ്റ് വായിക്കുക, അതാണ് എൻ്റെ ബേസിക്കലി ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ സോഷ്യൽ സയൻസിന് ഞാൻ പ്രീ ബോർഡിനൊന്നും അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. ലൈക്ക് ഒരു 95% മാത്രമായിരുന്നു. കംപ്ലീറ്റ് ചെയ്തത് ഈ ബോർഡ് എക്സാമിനാണ്. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ലേസിനെസ് ആയിരിക്കാം, മേ ബി പ്രൊക്രാസ്റ്റിനേഷൻ ആയിരിക്കും, വാട്ട് എവർ. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. മെയിൻലി പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യൽ എൻ്റെ ഒരു പതിവായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ നോട്ട്സ്. ഇത് ഞാൻ ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെയാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി ഒരു നോട്ടിലും പിന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഒരു നോട്ടിലും ജോഗ്രഫി മാത്രം വേറൊരു നോട്ടിലാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. ഈ ദിവസം അതായത് ദ ഡേ ബിഫോർ എക്സാം, ഞാൻ sorry, not the day before exam, sorry, this was the day 2 days before the exam. Like ഈ ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഇരുന്ന് പൊളിറ്റിക്സ് ടെക്സ്റ്റ് വായിച്ചു, എക്കണോമിക്സ് ടെക്സ്റ്റ് വായിച്ചു, ലൈക്ക് NCERT വായിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട്
like thought of doing so many sample question papers as I said before. ഞാൻ എനിക്ക് പറ്റുന്ന അത്ര ലൈക്ക് ഒരു 4 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ മുമ്പും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു, കുറച്ചെണ്ണം ചെയ്തു. അതിൻ്റെ ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 6 എണ്ണം എന്തോ ചെയ്തു. എല്ലാം സെറ്റൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. 2024ത്തെയും 2023ത്തെയാണ് മെയിൻലി ചെയ്തത്. ബിക്കോസ് അതർ ഇയേഴ്സിൽ കോമ്പറ്റൻസി കുറവായതുകൊണ്ട് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് 6 hours ഞാൻ പഠിച്ചു. പക്ഷെ അതെനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്കായി ഉച്ച ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് മാപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് മാപ്പ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി തെറ്റിക്കുന്നത് എൻ്റെ ഒരു പതിവാണ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിക്കാറുണ്ട് ജോഗ്രഫിയിൽ. പൊളിറ്റിക്സ് അല്ല, ഹിസ്റ്ററി അല്ല, ജോഗ്രഫിയിൽ തെറ്റിക്കുന്ന ഒരു പതിവായതുകൊണ്ട് ഞാനതൊന്നും കൂടി നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ സീ ദാറ്റ് ഐ വാസ് doing the same thing on every paper. Like I had many sheets with me, like oil fields, match soil types and many more. So I was writing down everything in an order with the same template. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം തന്നെ ഫോളോ ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ. ഇനി അതിനൊക്കെ ശേഷം ഞാനിരുന്ന് ചെയ്തത് എനിക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് MCQ ഒന്ന് റഫ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ കുറച്ചും കൂടി ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാർക്ക് ഞാൻ പറയാം. പിന്നെ ഈ ഒരു സാമ്പിൾ പേപ്പറും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇതാണ് ഞാൻ ചെയ്ത് പഠിച്ച മാർക്ക് വർക്ക്. നിങ്ങൾക്ക് കാണാം ഞാൻ ഒരുപാട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ സീ സോ മെനി മാർക്കിങ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദി പേജ്. അതൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് ലൈക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ചെയ്ത മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഇത് സാമ്പിൾ പേപ്പർ എജുക്കാട്ടിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സാമ്പിൾ പേപ്പർ ആയിരുന്നു. പക്ഷേ 1-2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ദാറ്റ് വാസ് ഓക്കെ. ഞാനിതിൻ്റെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ പിന്നെ അടുത്തതായിട്ട് ഇത് ഞാൻ ചെറിയ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോമൺലി എൻ്റെ നോട്ടിലൊന്നും വരാത്ത ക്വസ്റ്റ്യൻസൊക്കെ അവിടെ നിന്ന് കിട്ടിയതൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെയായിരുന്നു ഇത്. യു ക്യാൻ സീ സോ മെനി ലൈക്ക് ഷോർട്ട് നോട്ട്സ്. ഹിസ്റ്ററി എല്ലാ ചാപ്റ്റേഴ്സിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രിൻറ്റ് കൾച്ചറിൻ്റെ ആണ്. അതൊക്കെ വാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും എക്സാമിൻ്റെ ടൈമിൽ വീണ്ടും വായിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഐ മെയ്ഡ് സോ മെനി ഷോർട്ട് നോട്ട്സ്. പിന്നെ ഇത് മേജർ ക്രോപ്സിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും 9th-ലാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ 10th-ലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. വെക്കേഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തെങ്കിലും ലൈക്ക് ഏതെങ്കിലും വഴി ഷെയർ ചെയ്ത് തരാം. സോ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ദാറ്റ് മീൻസ് എ ലോട്ട്. ആൻഡ് അടുത്തതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനത്തെയൊക്കെ ഞാൻ ഇപ്പോൾ ഒന്ന് ഫയലിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് സോഷ്യലിൻ്റെ. കാരണം ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ ഒന്ന് റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാം ഇനി ലാസ്റ്റ് ഡേ ഞാൻ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ ചെയ്തിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യും. പിന്നെ ഈ വീഡിയോ വരുന്നത് ലൈക്ക് ഡേ ബിഫോർ എക്സാം ആയിരിക്കും. കാരണം എഡിറ്റൊക്കെ ചെയ്തിടുമ്പോൾ അത്ര ടൈം ആവും. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ഡേയുടെ വ്ളോഗ് വരുന്നുണ്ടെങ്കിൽ തന്നെ വരിക. എനിക്കറിയില്ല എടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ വരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ ആയിരിക്കും, ലൈക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്നായിരിക്കും വരുന്നത്. സോ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടേ ആ വീഡിയോ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഞാൻ എന്താണ് ലാസ്റ്റ് ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനിപ്പോൾ പറയാം. അതായത് ഞാൻ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യായിരിക്കും ചെയ്യുക. എനിക്ക് എന്തൊക്കെയാണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി ജോഗ്രഫിയിലത്തൊക്കെ, ഹിസ്റ്ററിയും ജോഗ്രഫി ഫസ്റ്റ് 2 days റിവൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ കുറേ പോയിൻറ്റ്സൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേ ബി ഞാൻ ചെയ്യുന്നത് ലൈക്ക് ഈ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യും. പിന്നെ സോഷ്യൽ വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മാപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റഫായിട്ട് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലൈക്ക് കോമൺലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സാമ്പിൾ പേപ്പേഴ്സിലൊക്കെ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യും. പിന്നെ അതൊക്കെ ആയിരിക്കും മെയിൻലി ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MCQ ലാസ്റ്റ് 2023-ത്തെ 2 പേപ്പേഴ്സ് റാൻഡംലി 2 പേപ്പേഴ്സ് ഏതൊക്കെയോ സെയിം സെറ്റല്ല ഏതോ 2 പേപ്പേഴ്സ് എടുത്തിട്ട് ഒരു 40 MCQs ടോട്ടൽ 40 MCQs ഉണ്ടാവുമല്ലോ 2 സെറ്റ് കൂടിയിട്ട് 20 ഈച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് 37 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാം ഞാനിത് ആൻസർ ചെക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ ആദ്യം ആൻസർ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ മാത്രമേ എഴുതിയുള്ളൂ.
ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ കീ എന്തോ റോങ് ആയിരുന്നു. ഞാനത് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കോമൺലി ശരിക്കും നോക്കുമ്പോൾ 39 വരുന്നുണ്ട് 40-ൽ. ബിക്കോസ് ശരിക്കും ഒന്നും കൂടി നോക്കിയപ്പോൾ ആൻസർ കീയിൽ എന്തോ റോങ് ഉണ്ടായിരുന്നു. ഏതൊരു പിക്ചർ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നമുക്ക് ഗംഗാധർ ഭട്ടാചാര്യയുടെ പിക്ചറായിരുന്നു. പക്ഷേ അത് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ആളുടെ പിക്ചറാണെന്നാണ് ആൻസർ കീയിലുണ്ടായിരുന്നത്. സോ ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആൻസർ കീസ് നോക്കുമ്പോൾ എപ്പോഴും ഒന്ന് അവെയർ ആയിരിക്കുക. കാരണം എപ്പോഴും ആൻസർ കീസ് ഫുള്ള് ശരിയാവണമെന്ന് ഒരു ഇതുമില്ല. ഇത് എജുക്കാർട്ടിൻ്റെ ആയിരുന്നു. ഞാൻ ഓസ്വാളിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓസ്വാളിൻ്റെയും 1-2 ക്വസ്റ്റ്യൻസ് എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് റോങ് ഉണ്ടായിരുന്നു. സോ ബി അവെയർ ഓഫ് ലുക്കിംഗ് ഇൻ ടു ദ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ സം അതർ റെഫറൻസ് ബുക്സ് ടു ലൈക്ക് ഫൈൻഡ് ദ ആൻസേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് തെറ്റാണെങ്കിൽ അതന്നെ പഠിച്ചു വെച്ച എക്സാംസിനും അത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ബി ലിറ്റിൽ മോർ അവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. So if you are new to this channel, please don't forget to subscribe, and also please like, share and comment. If you like this video, please don't forget to click the bell icon. That will get you notified whenever I upload a video. So that's for this video, and see you all on my next video. Until then, bye bye. And also I know many of you may be CBSE 10th graders, or maybe you are not. So whatever, please stay calm and don't push yourself the most, but